ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ്. സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്കങ്ങനെ വിഷമം അറിയും. ഞാനങ്ങനെ ജയിലിൽ നിന്ന് 4-5 പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ, വ്യാജ പീഡന കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പറയുന്നില്ല, നീ അത് പറഞ്ഞാൽ വേറെ വല്ല പ്രശ്നമാണെന്നുള്ളതുകൊണ്ട്. അതായത് 2 പേര് പരസ്പരം ഇഷ്ടം, വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ്, വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ്. ആ പയ്യനെ 20 വർഷം പോക്സോ കേസിന് ശിക്ഷിച്ച് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഇറങ്ങാൻ നേരം ഒരു വളരെ ഇതേപോലൊരു പയ്യനെ, അവർക്ക് ഒരു പെൺകുട്ടി ഇവനും തമ്മിൽ അഫെയറാണ്. അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യമില്ല. അപ്പോൾ ഒരു പീഡന പരാതി കൊടുത്തു. 1.5 വർഷമായിട്ട് കിടക്കുക. എത്ര പേരിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ശ്രമിക്കണം. 2-3 കാര്യങ്ങൾ മാത്രം. 3 കാര്യങ്ങളിൽ സംഗ്രഹിക്കാം. 1, സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണം, സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല. ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാവുന്ന വന്നാൽ നമ്മളെ കുടുക്കാൻ വളരെ എളുപ്പമാണ്. 2ാമത്തെ പോയിന്റ്, നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നതിന്, ഞാൻ മീഡിയയിൽ 20 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പം തന്നെ ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്യാം. അല്ല, അതുകൊണ്ടല്ല എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം. ഒരു റിക്വസ്റ്റ്, വെറുതെ പോയി ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ, അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക. അല്ല, ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു ചോദിക്കാം, എന്തായാലും ഈ കേസ് നോക്കി കാണുമല്ലോ, ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു? ശരി, പറയുന്നില്ല. അത് പറയുന്നില്ല. അല്ല, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്കെതിരെ അല്ല. ശരി, നിർത്തുക. ശരി, നിർത്തുക. ശരി, നിർത്തുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം, പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്, അത് പറയാമല്ലോ. എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇനി അത് കൊടുക്കുമ്പോൾ അങ്ങനെ ആർക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കരുത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എവിഡന്റ് ആയ കണ്ണിന്റെ മുമ്പിലുള്ള പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞത്. ആ പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. അപ്പം ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല.